ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പാവക്ക വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. പാവയ്ക്ക എന്ന് പറയുമ്പോൾ ഒരു കയ്പ്പ് ഉണ്ടാവുമല്ലോ. ആ കയ്പ്പ് കാരണം പലർക്കും ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിൾ ആണല്ലോ ഈ ഒരു പാവക്ക കയ്പ്പക്ക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് കയ്പ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റായിട്ടും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ പച്ചമുളക് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എരിവ് വേണം, എന്നാലാണ് ഇതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയൊരു സവാള ഞാൻ കനം കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അതിലേക്കൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാറില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് ഒരു പുളിയും ഒരു എരിവും നല്ല രീതിയിൽ എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ് കേട്ടോ. തക്കാളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണിത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് പച്ചമുളകൊക്കെ മാറുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് പാവയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പാവയ്ക്കേൻ്റെ കണക്കിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. 1 മിനിറ്റ് കൈയെടുക്കാൻ നല്ല രീതിയിലൊന്ന് മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഉപ്പേരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഈ സമയത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുക്കാക്കി എടുക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്കായി കിട്ടിക്കോളും. പിന്നെ തീയിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. ഈ എണ്ണയിൽ കിടന്ന് തന്നെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം. ഇപ്പോൾ അത് 10 മിനിറ്റിന് ശേഷം നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് ഈ പാവയ്ക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്